എഴുത്തുകാരുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പല കാലങ്ങളിൽ വളരെ സജീവമായ ചർച്ച മലയാളത്തിൽ നടന്നിട്ടുണ്ട്. എഴുത്തുകാരുടെ രാഷ്ട്രീയ നിലപാടുകൾ, അവരുടെ ആ രാഷ്ട്രീയ അധികാരം ഒരു കക്ഷിക്ക് കൈവരുന്നതോടെ അതിനൊപ്പം ചേർന്ന് നിന്ന് തങ്ങളുടെ ചില അടിസ്ഥാനപരമായ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള എഴുത്തുകാരുടെ ശ്രമം, ഇതൊക്കെ തന്നെ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. നമുക്കറിയാം, മലയാളത്തിലെ ലബ്ധപ്രതിഷ്ഠരായ എഴുത്തുകാരിൽ ഭൂരിപക്ഷം പേരും വളരെ കൃത്യമായി എഴുത്തിനോടുള്ള സത്യസന്ധത നിലനിർത്തുകയും സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ വളരെ സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തവരാണ്. അതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും അടുത്ത് രാഷ്ട്രീയ കാര്യങ്ങളിൽ അധികം അഭിപ്രായങ്ങൾ മാധ്യമങ്ങളോടോ അല്ലാതെയോ പ്രസംഗവേദികളിലോ പറയാതിരുന്ന എം ടി വാസുദേവൻ നായർ കോഴിക്കോട് ഒരു മീറ്റിങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ, അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ, സമൂഹത്തിൽ എഴുത്തുകാരൻ സൂക്ഷിക്കേണ്ട ഏറ്റവും ശക്തമായ സത്യസന്ധമായ നിലപാട് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ പറയുകയുണ്ടായി. അങ്ങനെ വളരെ സമൂഹത്തോടും താൻ ചെയ്യുന്ന എഴുത്തെന്ന ഏറ്റവും സത്യസന്ധമാകേണ്ട സർഗാത്മക ക്രിയയോടും ഏറ്റവും സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുന്ന എഴുത്തുകാർ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഭരിച്ചത്. പിണറായി വിജയനായിരുന്നു മുഖ്യമന്ത്രി. ഇക്കാലങ്ങളിൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജീവിതത്തോടും ഇടതുപക്ഷ ആശയങ്ങളോടും മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കാൻ കഴിയാത്ത നിരവധി പേർ ഇടതുപക്ഷ വേഷത്തിൽ പ്രത്യക്ഷരാകുന്നത് പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടു. അതിൽ പലതരത്തിലുള്ള മാനദണ്ഡങ്ങൾ അവർ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. ചില രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം, അല്ലെങ്കിൽ ജാതീയമായ പരിഗണന, മതപരമായ പരിഗണന, അങ്ങനെയുള്ള പല പരിഗണനകളിലൂടെ കേരളത്തിലെ സാംസ്കാരിക അന്തരീക്ഷത്തിൽ ഇടതുപക്ഷ വ്യാജവേഷം ധരിച്ച നിരവധി പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ ശരിക്കും അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ഗവൺമെൻറ്റിലൂടെ ഏതൊക്കെ തരത്തിലുള്ള സൗകര്യങ്ങൾ സ്വന്തം ജീവിതത്തിന് നേടിയെടുക്കാം അതിനുവേണ്ടി ശ്രമിച്ചവരാണ്. അങ്ങനെയുള്ള എഴുത്തുകാർ യഥാർത്ഥത്തിൽ KP അപ്പൻ പറഞ്ഞതുപോലെ ശരിക്കും വായനക്കാരുടെ മനസ്സിലല്ല ജീവിക്കുക, അവർ അവരുടെ മനസ്സിൽ മാത്രമായിരിക്കും. ഉദാഹരണത്തിന്, ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് പിണറായിയെക്കുറിച്ചും ഇടതുപക്ഷ ഗവൺമെൻറ്റിനെക്കുറിച്ചും, പ്രത്യേകിച്ച് പിണറായിയെക്കുറിച്ചും വ്യക്തിപൂജ ഇടതുപക്ഷ പാർട്ടികൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കില്ലെങ്കിലും കാലാകാലങ്ങളായി വ്യക്തിപൂജ വളരെ നന്നായി ആസ്വദിക്കുന്നവരാണ് ഇടതുപക്ഷത്തിലെ പല നേതാക്കന്മാരുമെന്ന് നമുക്കറിയാം. അതിലൊന്ന്, പിണറായി മുഖ്യമന്ത്രിയായ സമയത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പത്രത്തിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്തുതിച്ചുകൊണ്ട്, ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് ലേഖനം എഴുതിയ ആളാണ് T. പത്മനാഭൻ. അദ്ദേഹം മലയാളത്തിൽ ചെറുകഥയിൽ നൽകിയ സംഭാവനയെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം മലയാള ചെറുകഥയിൽ വളരെ വ്യത്യസ്തമായ കഥകൾ എഴുതി വായനക്കാരുടെ പ്രിയം പിടിച്ചുപറ്റിയ ആളാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കഥയിലുള്ള സംഭാവനകളെ മലയാള വായനക്കാർക്ക് കുറച്ച് കാണാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം നിരന്തരമായി ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണെന്നും ഞാനൊരു ദേശീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്നും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു 10 വർഷത്തിനിടയ്ക്ക് അദ്ദേഹം അത്തരം സംസാരങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും നിരന്തരമായി ഇടതുപക്ഷത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന, പ്രത്യേകിച്ച് പിണറായി വിജയനെ സ്തുതിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഉള്ള നിലപാടാണ് അദ്ദേഹത്തിൽ നിന്ന് മലയാളി കണ്ടത്. എന്നാൽ അടുത്ത കാലത്ത് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ടും ഈ UDFിൽ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ, UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം UDFിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വളരെ സ്തുതിച്ച് സംസാരിക്കുകയുണ്ടായി. ഇത് സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു സന്ദേഹം വളരെ ശക്തമാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം T. പത്മനാഭൻ എന്ന മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരൻ്റെ കഥകൾ എല്ലാ മലയാളിയും വായിക്കണം എന്നില്ല. പക്ഷേ കേരളത്തിലെ നടക്കുന്ന രാഷ്ട്രീയ സംഭവങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ചും രാഷ്ട്രീയമായ പല കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങൾക്കെല്ലാം ധാരണയുണ്ട്. പക്ഷേ അവർ ഒരുപക്ഷെ പത്മനാഭൻ്റെ കഥകൾ വായിച്ചിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ MTയുടെ കഥകൾ വായിച്ചിരിക്കണം എന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷം ഏറ്റവും കൂടുതൽ പിണറായി ഗവൺമെൻറ്റിനെയും വ്യക്തിപരമായി അദ്ദേഹത്തെയും ഏറ്റവും സ്തുതിച്ച് ലേഖനങ്ങൾ എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്ത മലയാളത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കഥകൾ എഴുതിയ T. പത്മനാഭൻ കഴിഞ്ഞ 10 വർഷമായിട്ട് നിരവധി ലേഖനങ്ങൾ എഴുതുക, പ്രസംഗിക്കുക, ഇതൊക്കെ ചെയ്തത് പിണറായി വിജയനെ വ്യക്തിപരമായി സ്തുതിക്കുന്നതിനും ഗവൺമെൻറ്റിനെ പല കാലഘട്ടങ്ങളിൽ വളരെ പുകഴ്ത്തി സംസാരിക്കുന്നതിനും വേണ്ടി സമയം കണ്ടെത്തിയ T. പത്മനാഭൻ ഈ കഴിഞ്ഞ UDF സർക്കാർ വന്നതിന് ശേഷം UDF സർക്കാരിനെ, അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ അധികാര സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള നേതാക്കന്മാരെയൊക്കെ സ്തുതിച്ചും പുകഴ്ത്തിയും സംസാരിക്കുമ്പോൾ പെട്ടെന്ന് സാധാരണക്കാരായ ജനങ്ങൾ വളരെ സംശയാലുക്കളാവും. കാരണം എന്താണ് ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട്,
അദ്ദേഹം പറയുന്നത് എത്രമാത്രം സത്യസന്ധമാണ്, അല്ലെങ്കിൽ കാലാനുസൃതമായി മാറി വരുന്ന അധികാര സ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള സ്വീകാര്യത നിലനിർത്തുന്നതിന് വേണ്ടി ആണോ ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് വളരെ ബലമായ സംശയം പലർക്കുമുണ്ട്. അത് പലരും പല സന്ദർഭങ്ങളിൽ ഈ കാര്യത്തെക്കുറിച്ച് പലരും സംസാരിക്കുന്നത് കേൾക്കാനിടയായി. കാരണം ഇടതുപക്ഷ ഗവൺമെൻറ്റിനോട് യോജിക്കാം, വിയോജിക്കാം, UDF ഗവൺമെൻറ്റിനോട് കോൺഗ്രസിനോട് യോജിക്കാം, വിയോജിക്കാം, അതൊക്കെ വളരെ വ്യക്തിപരമായ രാഷ്ട്രീയ നിലപാടുകളാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷം നിരന്തരമായി സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗവൺമെൻറ്റിനെയും അതിൻ്റെ നായകസ്ഥാനത്തുണ്ടായിരുന്ന പിണറായി വിജയനെയും സ്തുതിച്ച അതേ ഭാഷയിൽ പെട്ടെന്ന് മലയാളത്തിലെ ഏറ്റവും സീനിയറായ എഴുത്തുകാരൻ കോൺഗ്രസിനെയും UDFനെയും പുകഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ എഴുത്തുകാരുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, അല്ലെ എഴുത്തുകാരുടെ സത്യസന്ധമായ നിലപാടുകളെ രാഷ്ട്രീയ നിലപാടുകളിൽ സാധാരണക്കാർക്ക് സംശയമുണ്ടാകുന്ന തരത്തിൽ ആണ്, ആ രീതിയിലാണ് കാര്യങ്ങൾ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ എഴുത്തുകാർ ഒരിക്കലും ദന്തഗോപുരവാസികളല്ല. അവർക്ക് രാഷ്ട്രീയ നിലപാടുകൾ പറയാം, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടാം, ഒക്കെ വ്യക്തിപരം. പക്ഷേ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി, അത് ഇടതുപക്ഷത്തെ ആണെങ്കിലും UDFനെ ആണെങ്കിലും കോൺഗ്രസിനെ ആണെങ്കിലും BJP ആണെങ്കിലും, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, അത് സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള രാഷ്ട്രീയ കക്ഷികളുമായി ബന്ധം സ്ഥാപിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് എഴുത്തുകാരുടെ അന്തസ്സിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് എഴുത്തുകാർ തീർച്ചയായിട്ടും എഴുത്തുകാരുടെ വാക്കുകൾക്കും എഴുത്തുകാരുടെ നിലപാടുകൾക്കും മലയാളി നൽകിയിരുന്ന അന്തസ്സും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യവും അതിൻ്റെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യുന്ന കാര്യമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത് തീർച്ചയായിട്ടും T. പത്മനാഭൻ എന്നല്ല, ഏത് എഴുത്തുകാർ ചെയ്താലും. പലപ്പോഴും മലയാളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ 10 വർഷം പിണറായി വിജയനെക്കുറിച്ച് കവിത എഴുതിയവർ, അതുപോലെ തന്നെ തിരുവാതിര നടത്തിയവർ, ഇവരൊക്കെ തന്നെ വ്യക്തിപൂജയാണ് നടത്തുന്നത്. അങ്ങനെയുള്ള വ്യക്തിപൂജ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നല്ലതല്ല എന്ന് അറിയാത്തവരല്ല നമ്മളൊന്നും. പക്ഷേ വ്യക്തികളെ പൂജിക്കുന്നത് കൊണ്ട് പൂജിക്കുന്ന വ്യക്തികൾക്ക് അവർ കടാക്ഷിച്ചാൽ ചില നേട്ടങ്ങൾ നേടാൻ കഴിയും എന്ന് കരുതുന്ന അല്പബുദ്ധികളായ ആൾക്കാരാണ് ഇങ്ങനെയുള്ള ഇടവഴികളിലൂടെ തങ്ങളുടെ സർഗ്ഗപ്രക്രിയയെ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുന്നത്. അതുതന്നെയാണ് T. പത്മനാഭൻ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ പ്രീതിയോ പിടിച്ചു പറ്റാൻ വേണ്ടി ആയിരിക്കില്ല. പക്ഷേ എന്നാൽ പോലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നിലപാടുകൾ രാഷ്ട്രീയ നിലപാടുകളായിരിക്കണം. രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ നിലപാടുകളായിരിക്കണം. ഒരു വ്യക്തി നമുക്ക് നല്ലതാണെന്ന് സമൂഹത്തോട് പറയണമെങ്കിൽ വ്യക്തിപരമായ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് അങ്ങനെയുള്ള അനുഭവം വേണം. അങ്ങനെയുള്ള ഒരു അനുഭവം നമുക്ക് നഷ്ടപ്പെടണമെങ്കിൽ അദ്ദേഹം ഒരു നല്ല വ്യക്തിയല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന എന്തെങ്കിലും അനുഭവം ഉണ്ടാവണം. അങ്ങനെയൊന്നുമില്ലാതെ അധികാരത്തിലെത്തുന്നവരെ സ്തുതിക്കുക, അതുവഴി വ്യക്തിപരമായ നേട്ടങ്ങൾ നേടാൻ ശ്രമിക്കുക, ഇത് തീർച്ചയായിട്ടും എഴുത്തുകാരുടെ അന്തസ്സിനെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല.